ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരാം. ഈ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ഇടണേ. ആദ്യത്തെ സ്റ്റെപ്പിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ മേക്കപ്പിനെ കുറിച്ച് എനിക്ക് അത്ര ഒന്നും ഐഡിയാസ് ഇല്ല. എൻ്റെതായ രീതിയിൽ ഒരു സിമ്പിൾ മേക്കപ്പാണ് ഇത് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരുന്നത്. ഇവിടെ ഞാൻ ഫെയർ ആൻഡ് ലവ്ലിയാണ് യൂസ് ചെയ്യുന്നത്. ഫൗണ്ടേഷനൊന്നും എൻ്റെ ഫേസിന് സെറ്റ് ആവാത്ത കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ക്രീം യൂസ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അടുത്ത സ്റ്റെപ്പിൽ പോൺസിൻ്റെ പൗഡറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഫേസിലും കഴുത്തിൻ്റെ അടിയിലും എല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് കാജലാണ്. ഹിമാലയൻ്റെ കാജലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ കാജലാണ് ഞാൻ പിള്ളേർക്കെല്ലാം യൂസ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ ഒരു പ്രശ്നമില്ല, കണ്ണെല്ലാം നല്ല ബ്ലാക്ക് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കാണും. എന്താ കാണുന്നില്ലേ? അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഐലൈനറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഐലൈനർ കൊണ്ട് നമ്മൾ കണ്ണിൻ്റെ മുകളിലും സൈഡിലും വരച്ചു കൊടുക്കാം. കണ്ണെല്ലാം എഴുതി ഈ സ്റ്റെപ്പെല്ലാം ആകുമ്പോഴത്തേക്കും നമ്മൾ ആളെ മാറിക്കളയും. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പാണ് ലിപ്സ്റ്റിക്ക്. എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡാണിത്. അത് ചെറുങ്ങനെ ഞാൻ അപ്ലൈ ചെയ്യുന്നുള്ളൂ. എൻ്റെ ചുണ്ടിൻ്റെ അടിയിൽ ഒരു കുഞ്ഞു കാക്കാപ്പുള്ളി ഉണ്ട്. കാക്കാപ്പുള്ളി എന്ന് വെച്ചാൽ മച്ചം. അപ്പോൾ അത് കുറച്ച് ഡാർക്കായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഐലൈനറിന് കൊണ്ടൊരു കുഞ്ഞ് ഡോട്ട് ഇട്ട് കൊടുക്കാം. അടുത്ത സ്റ്റെപ്പാണ് സ്റ്റിക്കർ, പൊട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഡ്രസ്സിന് മാച്ചിങ് ഒരു സ്റ്റോണിൻ്റെ പൊട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് കൊടുത്തു. നെക്സ്റ്റ് കുങ്കുമം ചന്ദനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ രണ്ടും വെച്ച് കൊടുക്കാം. ഇതെല്ലാം വെച്ചിട്ട് വേണം സുന്ദരി ആവാൻ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഹെയർ സ്റ്റൈൽ. അപ്പോൾ ഈ ഡ്രസ്സിന് മാച്ചിങ് ഹെയർ സ്റ്റൈലാണ് ഞാൻ ഇപ്പോൾ കിട്ടുന്നത്. ഞാൻ കൂടുതൽ അമ്പലത്തിൽ പോകുമ്പോൾ പിന്നെ ഇങ്ങനെ നല്ല നല്ല ട്രഡീഷണൽ ഡ്രസ്സ് ഇടുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. സാരീസിനും കുർത്തീസിനും പിന്നെ എന്നെ പോലെ ഒരു റൗണ്ട് ഫേസ് കട്ടുള്ള ഒരു റൗണ്ട് ഫേസ് കട്ടെന്നല്ല, എല്ലാവർക്കും ചേരുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമോ നിങ്ങൾ? എൻ്റെ ഹെയർ നല്ലോണം തിന്നായിട്ടുണ്ട്, നല്ല ഹെയർ ഫോളുണ്ട്. അതുകൊണ്ട് ഒരു മടയുമ്പോൾ അത്ര വൃത്തിക്ക് കിട്ടുന്നില്ല. എന്നാലും ഞാൻ അങ്ങനെയെല്ലാം ഒപ്പിച്ച് അപ്പുറം ഇപ്പുറമെല്ലാം വലിച്ചിട്ട് കുറച്ച് കട്ടിക്ക് കാണുന്ന രീതിയിലാക്കി. അങ്ങനെ ഹെയർ സ്റ്റൈൽ കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് ഇയറിങ്സ് ആണ്. അപ്പോൾ എൻ്റെ ഡ്രസ്സിന് മാച്ച് ഇയറിങ്സ് ഏതെങ്കിലും ഉണ്ടാകുന്ന തപ്പലായിരുന്നു. അങ്ങനെ ഒരു ഇയറിങ്സ് തപ്പി പിടിച്ചെടുത്തു. അങ്ങനെ ഇന്നത്തെ ഗെറ്റ് റെഡി വിത്ത് മീ എൻ്റെ കംപ്ലീറ്റ് ആയി വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ കമ്മലെല്ലാം ഇട്ട് കഴിഞ്ഞു. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, ഷി യു.